ബജറ്റിൻ്റെ പ്ലാൻ സൈസ് ചെറുതായി. സ്വാഭാവികമായിട്ട് ബജറ്റ് വലിയ കടബാധ്യതകൾ ഏറ്റെടുത്തൊരു സർക്കാരാണ്. അതിൻ്റെ പ്ലാൻ സൈസിൽ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയൊരു ഫണ്ട് വിഹിതം വാങ്ങുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഷോർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വന്നു എന്ന് തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനി വരുന്ന ആളുകളിൽ പരിഹരിച്ച് പോവുകയാണ്. അപ്പോൾ മൂന്നാം ഗഡു വരെ കൊടുത്തിട്ടല്ല ഈ സർക്കാർ പോയത്. കഴിഞ്ഞ സർക്കാർ പോകുന്നത് മൂന്നാം ഗഡു കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ട് ഒരുപാട് വൈകിട്ടാണ്. അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പീരീഡ് വരുമ്പോൾ അടുത്ത ഗഡു ആദ്യ സമയത്ത് തന്നെ കൃത്യമായിട്ട് കൊടുക്കും. സെൻട്രൽ വിഹിതത്തിൽ ഇപ്പോൾ അർബൻ ചാലഞ്ച് വഴി ഇപ്പോൾ നഗരസഭകൾക്കൊന്നും ആ വിഷയം വരാൻ പോണില്ല. 5000 കോടിയാണ് മെനഞ്ഞാന്ന് ഞങ്ങളതിൻ്റെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞതാണ്. 5000 കോടി എന്ന് പറയുന്നത് 20,000 കോടിയാണ്. കാരണം 5000 എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഗ്രാൻഡാണ്. അതിൻ്റെ കൂടെ ലോണായിട്ടോ മുനിസിപ്പാലിറ്റിക്ക് 20% ചേർക്കാം, 50% PPP ആയിട്ട് പുറത്തുനിന്ന് വരാം. അങ്ങനെ വെച്ചാൽ 5000 എന്നത് 20,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിൽ നടക്കുകയാണ്. ഞാൻ ട്രെയിനിങ് ഒക്കെ മെനഞ്ഞാന്ന് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. പക്ഷേ എന്ന് കരുതി അതൊരു പ്രശ്നമല്ല എന്ന് ഞാൻ പറയുന്നില്ല, പ്രശ്നമാണ്. എല്ലാവരും മുറുക്കി കൊടുക്കുമ്പോൾ ഇപ്പോൾ PMC ആയിട്ട് ഇനി അതൊരു വർത്തമാനത്തിൻ്റെ കാര്യമില്ലല്ലോ. ആ സമിതി വരുന്നത് വരെ അതിനകത്ത് പറയുന്ന കമൻറ്റുകൾക്കൊന്നും യാതൊരു കാര്യമില്ല. ചർച്ചയ്ക്ക് വേണ്ടിയിട്ടൊരു പോയിന്റ് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് സമിതി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് കമൻറ്റ്. തെരുവുനായ്ക്കളുടെ വിഷയം ഏറ്റവും അടിയന്തരമായിട്ട് ഇടപെടേണ്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധി ഉണ്ടെങ്കിൽ കൂടി പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വേണ്ട രീതിയിൽ അതിൽ ഇടപെടുന്നില്ല. വലിയ പരാതികൾ എല്ലായിടത്തും ലഭിക്കുന്നു. ആക്രമിക്കപ്പെടുന്ന കുട്ടികൾ. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രശ്നമല്ല. അവരെ മാത്രം പറയുന്നൊരു കുറ്റം പറഞ്ഞുകൂടാ. കാരണം ഞങ്ങൾ വകുപ്പിൽ തന്നെ അതിന് ഡയറക്ഷൻ കൊടുക്കാനുള്ള സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പഠിച്ചിട്ട് ഇതിനകത്ത് ഇറങ്ങാൻ കഴിയുള്ളൂ. ഞങ്ങളതിൻ്റെ മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദയാവധം എന്നൊക്കെ പറയുന്നതിനൊക്കെ ഒരു പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വളരെ റീസെൻ്റായിട്ട് അത് വരും. ഈ വരുന്ന 17-ാം തീയതി എനിക്ക് തോന്നുന്നു കിലയിൽ വെച്ചിട്ട് അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് തന്നെ പഞ്ചായത്ത് സമിതിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. അടിയന്തരമായി ഇടപെടൽ ആവശ്യമുള്ളൂ. ജനങ്ങൾ കുറച്ച് പാനിക്കാണ്, നിർബന്ധമായി, കുറച്ചൊന്നല്ല വലിയ നിലക്ക് പാനിക്കാണ്. ഞാനും അതിൻ്റെ ആശങ്കയുടെ കൂടെയുള്ളത്. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ഈ ഓൺലൈൻ ഗ്രാമസഭ എന്ന് പറഞ്ഞു, അത് പ്രതീക്ഷയ്ക്ക് വകയുള്ളത് എന്താ പറയുക, അപ്രതീക്ഷിതമുള്ളത് പ്രതീക്ഷിക്കുക വക എന്ന് പറഞ്ഞാൽ അത് വരുന്നതോട് കൂടിയിട്ട് പറഞ്ഞില്ല. ഗ്രാമസഭകളിൽ ഇപ്പം തന്നെ ചെറിയ പെർസെൻറ്റേജ് മെമ്പർമാരൊക്കെ എന്താ പറയുക മിനിറ്റ്സ് ഉണ്ടാക്കൽ മാത്രം പണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറേ കൂടെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ ആളുകളെ ഇൻവോൾവ് ചെയ്യിക്കാൻ നോക്കുന്നു. അതതിൻ്റെ കാര്യം. എല്ലാവരുടേതുമാണ് ഗ്രാമസഭ എന്ന ഫീൽ ഉണ്ടാക്കുന്നത്. അത്രമാത്രമുള്ളത്. അതിനകത്ത് വലിയ ഒരു വിപ്ലവമായിട്ട് ഞങ്ങളും പറഞ്ഞിട്ടില്ല. അങ്ങനെ വലിയ വിപ്ലവം നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്തൊന്നുമില്ല കാര്യമായിട്ട്.